ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്ത് ഇസ്ലാമിന്റെ ഭരണം സ്വീകരിക്കാൻ സൗകര്യമുള്ളവർ വന്ന് ജീവിച്ചാൽ മതി. പോലീസും പട്ടാളും മാറി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ 80% മുസ്ലിങ്ങൾ 20% ആ 20 മതി നിങ്ങളെ നേരിടാൻ. ഒരു സംശയമില്ല. അമ്പലത്തിൽ പോകുന്ന പള്ളിയിലും വരരുത്, പള്ളിയിൽ പോകുന്ന അമ്പലത്തിലും പോരുത്. അമ്പലത്തിലെ വിശ്വാസം വേറെ, പള്ളിയിലെ വിശ്വാസം വേറെ. നിങ്ങളുടെ പെരുന്നാൾ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായ ഹിന്ദു പെണ്ണ് പർദ്ദടാത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് അവരോട് വിഷമം തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ അവരെ കുരിശു വെക്കും, നിങ്ങൾ അവരെ പുൽക്കൂടുണ്ടാക്കും, നിങ്ങൾ അവരെ ഉണ്ണി യേശുവിനുണ്ടാക്കും, നിങ്ങൾ അതൊക്കെ കച്ചവടവൽക്കരിക്കും. നിങ്ങൾ അങ്ങോട്ട് പോകും, അവരിങ്ങോട്ട് വരില്ല. അതുകൊണ്ടാണ് ഇന്ന് വരെ ഒരു ഹിന്ദു പെണ്ണ് ഇസ്ലാമിന്റെ ഒരു ആഘോഷ ദിവസം മുസ്ലിങ്ങളുടെ ആഘോഷമാണ്, അതുകൊണ്ട് പർദ്ദടട്ടെ എന്ന് ഒക്കെ തോന്നിയിട്ടില്ല. ക്രൈസ്തവ മതവിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ആഘോഷിക്കപ്പെടണോ? അത് ആ മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് മനസ്സിലാക്കി ആ മതവിശ്വാസത്തിന്റെ ആചാരത്തിൽ പങ്കുചേരുക എന്നുള്ളത് കുഫറാണ്. ഇനി അങ്ങനെയല്ല, അതൊരു മതവിശ്വാസത്തിന്റെ ആചാരമാണ് എന്ന് നമ്മൾ വിശ്വസിക്കാതെ അവരോടുള്ള സൗഹൃദം പങ്കിടലായി നമ്മൾ അതിനോട് പങ്കുചേരുകയാണെങ്കിൽ അത് ഹറാമാണ്. ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം, അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. കേരളത്തിലെ എല്ലാ മിമ്പറും വെള്ളിയാഴ്ച മുജാഹിദുകൾക്ക് വിട്ടുതരിക. കേരളത്തിലെ എല്ലാ മിമ്പറും തബ്ലീഗ് ജമാഅത്തിന്റെ, സുന്നിയുടെ, ജമാഅത്തെ ഇസ്ലാമിന്റെ എല്ലാവരുടെയും മിമ്പർ വെള്ളിയാഴ്ച മാത്രം മുജാഹിദ് പണ്ഡിതന്മാർക്ക് കുത്തുപെടുത്താൻ തരിക. 10 കൊല്ലം കൊണ്ട് കേരളത്തെ നമ്മൾ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റി. ഇനി വരെ വെറുതെ നിൽക്കാൻ സമ്മതിക്കരുത്. നമുക്ക് വലിയ ദൗത്യമുണ്ട്, ഇവിടെ വലിയ ദൗത്യമുണ്ട്. ഇവരെ തുടച്ചു നീക്കിയാൽ അള്ളാന്റെ ദീൻ കേരളത്തിൽ പതായി. ഞാൻ ഒന്നുകൂടെ പറയും, ഈ മർക്കസ് സക്കാഫത്ത് സുന്നിയെ പൂട്ടിയിട്ട് സക്കാഫി പത്ത് ഒഴിവാക്കിയാൽ കേരളത്തിൽ 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിന്റെ രാജ്യമാക്കി മാറ്റി.